ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നു. അച്ഛനെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും അതിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അലീനയെ തെരഞ്ഞുകൊണ്ടുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ അവസാനം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അലീനയോട് വണ്ടി നിർത്തി കാറിൽ കയറാൻ ആവശ്യപ്പെടുന്നു ബാലചന്ദ്രൻ. എന്നിട്ട് അലീന കയറാൻ വിസമ്മതിക്കുമ്പോൾ ആ ബാഗും സഞ്ചിയൊക്കെ എടുത്തിട്ട് കാറിൽ കയറ്റി നമ്മുടെ അലീനയും കയറി പോകുന്നു. അതിനുശേഷം മറ്റെവിടെയോ നമ്മുടെ അലീനയും കൃഷ്ണയും വന്നെത്താണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ആയതിലും നിനക്കും ഒരു പങ്കുണ്ട്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകാൻ മാത്രം നിനക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീനയാണെങ്കിൽ ആകെ നിസ്സഹായയാണ്. അതേസമയം കടപ്പാട്ടവരാണെങ്കിൽ ആകെ വൈജയന്തി സ്തംഭിച്ച് നിൽക്കുകയും മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയും, എടി നിന്നോട് ആദ്യമേ പറഞ്ഞതല്ല അവൻ അലീനയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട അവനും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന്. ബാലചന്ദ്ര ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ ആകെ വിഷമത്തിലാവാണ്. നമ്മളെ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ നമ്മുടെ കമല് ചോദിക്കുന്നുണ്ട് രാജുവിനോട്, അല്ല ഇനിയിപ്പോ അലീനയെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണോ ബാലേന്ദ്രൻ പോയത് എന്നുള്ളത്. അപ്പൊ രാജീവ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രംഗത്തോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.